നമ്മളെല്ലാവരും ഇപ്പൊ ഗോവക്ക് പോകുന്നുള്ളത് നമ്മളെ ഫാമിലി ട്രിപ്പാവാ. ഉമ്മാവും പിന്നെ എൻ്റെ 2 സിസ്റ്റേഴ്സും ഉണ്ട്. ഗോവക്കില്ല ഫസ്റ്റ് ടൈം പോകുന്നത്, അതിനോണ്ടല്ലേ ഫുൾ എക്സൈറ്റഡ് ആയിട്ടുണ്ടായി. ഞാൻ പോകുന്ന വഴിക്കില്ല നമ്മ ഒരു സ്ഥലത്ത് നിർത്തി ഫ്രൂട്ട്സ് എല്ലാം വെച്ചിട്ട് കണ്ടിട്ടാകുമ്പോ ഈ സാധനമില്ല ഞാൻ എത്ര പേത്തിട്ട് നടക്കുന്നത് ഇത് എവിടെ കിട്ടുമെന്ന് പറഞ്ഞിട്ട്. പണ്ട് ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് തിന്നൊരു ഓർമ്മയുണ്ട്. ഇതിന്റെ തൈ കിട്ടാൻ ഞാൻ ഏതെല്ലാം നഴ്സറി പോയാറേ എവിടെ കിട്ടുന്നില്ല. നമ്മ കുറച്ച് വെറൈറ്റി മാങ്ങല്ല കുറച്ച് മേങ്ങിയിട്ടില്ല നമ്മ ടിക്കിൽ വെച്ചിട്ടുണ്ട് റൂമിലെത്തിയിട്ട് തിന്നാന്ന് പറഞ്ഞിട്ട്. ആ റെഡ് സാധനല്ലേ നമ്മ പറയുന്നത് അതിന് ജോലിപ്പയെന്ന്. അപ്പൊ ലോലിക്ക പിന്നെ ലൂബിക്കാന്നല്ല പറയുന്നത് ചില നാട്ടിലല്ലോ. നമ്മളിവിടെ പോകുന്ന വഴിക്കില്ല ഫുള്ള് പട്ടാളക്കാരെ ക്യാമ്പും പിന്നെ ഓരോ നിൽക്കുന്ന സ്ഥലവും ഫുള്ള് എല്ലാം കണ്ട് നമ്മ എത്ര ഉണ്ട്. നമ്മില്ല പാറൻ്റെ അടിയിലെ കൂടിയിട്ട് പോകുന്നത് ഇവിടേക്ക് എത്താനാകുമ്പോൾ എനിക്ക് നല്ല പേടിയാണെന്നുണ്ടായിന്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടാകുമ്പോൾ ലൈറ്റ് എല്ലാം ഉണ്ടോ അത്ര പേടിയായിട്ടാ. അങ്ങനത്തെ 2 കിട്ടീന് നമുക്ക് തുരങ്കം പോലത്തത്. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഫുള്ള് ബീച്ച് തന്നെ പിന്നെ കാണാൻ തുടങ്ങിയത്. അപ്പോൾ ഗോവക്ക് നമ്മ എത്താനായിന് ഏകദേശം. നമ്മ റൂം ബുക്കാക്കിയതില്ല Airbnb-യില്. അപ്പോൾ അവിടെ പോയിട്ടാണ് ഇങ്ങനത്തെ നോക്കാൻ. നമ്മ സ്വിമ്മിങ് പൂളെല്ലാം ഉണ്ട് ഒരു റൂം ബുക്കാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ എല്ലാവരും യൂസ് ആക്കുന്ന കോമൺ ആയിട്ടുള്ള പൂളുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മ അവിടെ നിന്ന് മടങ്ങിയിട്ട് വേറെ ബുക്കാക്കി ബീച്ച് സൈഡ് തന്നെ. പൂളിന്റെ വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ അവിടെ എല്ലാവരും ഇല്ല കുളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടാ. നമ്മ അവിടെ നിന്ന് തന്നെയല്ലേ വേറെ റൂം ബുക്കാക്കിയിട്ടുണ്ടായിന് ബീച്ച് സൈഡ് തന്നെ. അപ്പോൾ അടുത്തേക്ക് നമ്മ വന്നിട്ടാകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവ ഓരോരോ റൂമല്ല സെറ്റാക്കിയത് നോക്കണം. നല്ല ഉണ്ടായിന് ഇവിടുത്തെ ഇന്റീരിയറും നല്ല ഉണ്ടായിന്. അപ്പോൾ ഇവിടുത്തെ ബാൽക്കണിയിലത്തെ വ്യൂ നോക്കറോ. അപ്പോൾ ഇല്ല എല്ലാവരും നല്ല സെറ്റായിന് ഇവിടെ വന്നിട്ടാകുമ്പോൾ നല്ല ഉഷാറായി. കുറച്ചാൾ മാങ്ങ മുറിച്ചിട്ട് തിന്ന് കുറച്ചാൾ കാപ്പിയാക്കി പിന്നെ അവിടെ കുറേ വെറൈറ്റി മാങ്ങ മേങ്ങിയിട്ടുണ്ടായിട്ട് അതെല്ലാം തിന്ന് പിന്നെ അതെല്ലാം തിന്നിട്ട് ഫുഡ് കഴിക്കാൻ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോയി. പിന്നെ അവിടെ നല്ല ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ബീച്ചിലേക്ക് പോവാൻ കിഞ്ഞിട്ട് നമ്മൾ ബീച്ചിലേക്ക് വന്ന് ഇവിടേക്ക് വന്നിട്ട് നമ്മൾ വിചാരിച്ചെന്നല്ല നമുക്ക് പറ്റിയതൊന്നുമല്ല ഇതെന്ന്. ഇങ്ങനത്തെ ആൾക്കാരുണ്ടായിനവിടെ. പിന്നെ നമ്മ പകൽ വരാമെന്ന് വിചാരിച്ചിട്ടില്ല അവിടുന്ന് മടങ്ങി. ബീച്ചിന്റെ ചേല് കാണണമെങ്കിൽ പകൽ തന്നെ വരണം. പകല് നല്ല ഉണ്ട് അവിടെ. വരുന്ന ബൈക്കില്ല എന്തെല്ലോ റോഡ് സൈഡിൽ വിൽക്കുന്നുണ്ട് കുറേ ഷോപ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ ഡ്രസ്സിൻ്റെ ആയാലും ബാഗിൻ്റെ ആയാലും എന്തെല്ലോ ഉണ്ട്. അപ്പോൾ ഒരു ബാഗിൻ്റെ ഷോപ്പിലേക്ക് നമ്മൾ കയറി. അങ്ങനെ അവിടുന്ന് എന്തോ അങ്ങനെ മേങ്ങിയിട്ടാ. അപ്പോൾ നാളെ ബീച്ചിലേക്കെല്ലാം പോകുമ്പോൾ മേങ്ങാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടുന്ന് നമ്മൾ മടങ്ങിയിട്ട് വന്ന് റൂമിലേക്ക്. അപ്പോൾ ഇതൊരു കൊല്ലം മുമ്പത്തെ വീടാവേ. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 വേണം കമൻ്റ് ആക്കാവേ. അപ്പോൾ ഓക്കെ ബൈ.